നിങ്ങളുടെ അടുക്കള ഒരു രഹസ്യ സയൻസ് ലാബാണ്. അപ്പോൾ അതിനുള്ളിലെ ശാസ്ത്രം നമുക്കൊന്ന് നോക്കിയാലോ? സ്റ്റൗ മുതൽ ഫ്രിഡ്ജ് വരെ എല്ലാം ശരിക്കും ഫിസിക്സിന്റെ ചില കളികളാണല്ലേ? നമുക്കാദ്യം ചൂടുള്ള ഭാഗത്ത് തന്നെ തുടങ്ങാം. ഗ്യാസും ഇലക്ട്രിക്കും ഏതാണ് ബെറ്റർ? ഗ്യാസ് പെട്ടെന്ന് ചൂടാവും, പക്ഷെ 60% വരെ എനർജി വെറുതെ പോവും. ഇലക്ട്രിക് ആവട്ടെ കുറച്ചുകൂടെ എഫിഷ്യൻ്റാണ്. ഇൻഡക്ഷൻ സ്റ്റൗ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് പാത്രത്തെ നേരിട്ടാ ചൂടാക്കുന്നത്. സ്റ്റൗവിന് ചൂടേ പിടിക്കില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പാത്രത്തിലൊരു കറണ്ട് ഉണ്ടാക്കും. അങ്ങനെ പാത്രം തനിയെ ചൂടാവും. വെള്ളം കൂടുതലുള്ള ഫുഡ് ചൂടാക്കാൻ മൈക്രോവേവ് സൂപ്പറാ. പക്ഷേ ആ ഒരു മുരിഞ്ഞ ചിക്കൻ ഫ്രൈ ഇതിൽ നടക്കില്ല. ഇനി തണുപ്പിലേക്ക്. ഫ്രിഡ്ജ് എങ്ങനെയാ ചൂടിനെ പുറത്തേക്ക് കളയുന്നത്? അതൊരു തരം മാജിക് തന്നെയാണ്. ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് ഫ്രിഡ്ജ് തുടർച്ചയായി അകത്തെ ചൂട് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നത്. വെള്ളം ഐസാവുമ്പോൾ 9% വലുതാവും. ഇത് പച്ചക്കറികളുടെ സെൽവോൾസ് പൊട്ടിക്കും. ഇനി നമുക്ക് പാത്രങ്ങളെപ്പറ്റി സംസാരിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റൽ നിങ്ങളുടെ പാചകത്തെ തന്നെ മാറ്റും. ചെമ്പിന്റെ സ്പീഡ് മുതൽ കാസ്റ്റയന്റെ ചൂട് പിടിച്ചു നിർത്താനുള്ള കഴിവ് വരെ ഓരോന്നിനും ഓരോ റോളുണ്ട്. അടുക്കളയിലെ ചില സംശയങ്ങളില്ലേ? അതിന്റെയൊക്കെ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫ്രൈ ചെയ്യുമ്പോഴുള്ള ഭയങ്കര സൗണ്ടിന് കാരണം എന്താണെന്നറിയോ? ശരിക്കും ചെറിയ ചെറിയ സ്ഫോടനങ്ങളാണത്. നമ്മൾ കേൾക്കുന്ന ഓരോ പൊട്ടലും ചീറ്റലും ഭക്ഷണത്തിനുള്ളിലെ വെള്ളം എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. ഫ്രീസറിൽ വെച്ച പ്ലാസ്റ്റിക് പാത്രം ചിലപ്പോൾ പൊട്ടാറില്ലേ? അത് തണുപ്പ് കാരണം പ്ലാസ്റ്റിക് ബ്രിട്ടിലാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തുറക്കുന്നതിന് മുൻപ് 1 മിനിറ്റ് പുറത്തു വെച്ചാൽ മതി. പ്ലാസ്റ്റിക് വീണ്ടും ഫ്ലെക്സിബിളാവും. അപ്പോൾ ഈ സ്മോക്ക് ഡിറ്റക്ടറിനുള്ളിൽ എന്താ ഉള്ളത്? അമേരിക്കിയം എന്നൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ്. അമേരിക്കിയം ഒരു ചെറിയ കറണ്ട് ഉണ്ടാക്കും. പുക വരുമ്പോൾ ഈ കറണ്ട് കട്ടാവും. അപ്പോൾ അലാറം അടിക്കും. അപ്പോൾ ഈ ഫിസിക്സൊക്കെ അറിഞ്ഞാലേ അടുക്കളയിലെ കറണ്ട് ബിൽ എങ്ങനെ കുറക്കാം? നമുക്ക് നോക്കാം. നോക്കൂ, ഗ്യാസ് സ്റ്റവില് എത്രത്തോളം ഹീറ്റാണ് വെറുതെ പോകുന്നത്. ഇൻഡക്ഷനാണെങ്കിൽ 10-20% വൈദ്യുതി ലാഭിക്കാം. ഇതാ ഊർജം ലാഭിക്കാനുള്ള 3 സിമ്പിൾ ടിപ്സ്. ആവശ്യമുള്ള വെള്ളം മാത്രം തിളപ്പിക്കുക. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഈ ആഴ്ച നിങ്ങളുടെ അടുക്കളയിൽ എന്തെങ്കിലും മാറ്റം വരുത്തോ?